ഹായ് സ്റ്റുഡൻസ്, കെമിസ്ട്രിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോർ ആറ്റം മോഡലും ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണെന്നും ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ വലയം ചെയ്യുന്നുണ്ടെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയല്ലോ. ഈ ഇലക്ട്രോണും ന്യൂട്രോണ്, പ്രോട്ടോണ് ഈ 3 പാർട്ടിക്കിൾസാണ് ആറ്റത്തിനുള്ളിലുള്ളത്. ഇവയുടെ ആറ്റത്തിലെ സ്ഥാനം, ഇതിൻ്റെ ചാർജ്, ഇതിൻ്റെ മാസ് അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിന് ഉള്ളിലാണെന്നും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് പുറത്ത് ന്യൂക്ലിയസിനെ വലയം ചെയ്യുകയാണെന്നും നമ്മൾ മനസ്സിലാക്കി. കൂടാതെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചല്ലോ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1 U ആണെങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് 1 U ആയിരിക്കും. ഇലക്ട്രോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനേക്കാൾ വളരെ ചെറുതായതിനാൽ അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം മീൻസ് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിന് തുല്യമായിരിക്കും. കാരണം അതിൽ മാസുള്ള കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. മാസ് നമ്പർ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ ആണ് മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്നത്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ദ മാസ് നമ്പർ. വാട്ട് ഈസ് മാസ് നമ്പർ? The number of proton plus number of neutrons. So this is represented by the letter capital A. This is represented by the letter capital A. So mass of proton plus mass of neutron is equal to mass number of an atom. ഇനി ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്താണെന്ന് നോക്കാം. ആറ്റത്തിനുള്ളിലെ കണങ്ങളാണല്ലോ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും. ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അതായത് ഒരു ആറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണിൻ്റെ എണ്ണം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയാം. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആറ്റോമിക നമ്പർ എന്ന് പറയാം. ഇതിനെ Z എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. An atom is identified by the number of protons in it. So the number of protons in an atom gains utmost significance in an atom. So the total number of protons in an atom is called its atomic number and it is represented by the letter capital Z. Total number of protons is the atomic number and represented by the letter Z. So we know that the number of protons and number of electrons are same. So atomic number is equal to number of protons or number of electrons. Then already studied mass number is equal to number of protons plus number of neutrons. To find the number of neutrons, if we know the mass number and atomic number, subtract atomic number from mass number, then that number will be the number of neutrons. Study these equations. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമാണെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു. അതുകൊണ്ട് ആറ്റോമിക നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും നമുക്ക് കണ്ടെത്താം. അതുപോലെ തന്നെ മാസ് നമ്പർ കണ്ടെത്താൻ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇനി നിങ്ങൾക്ക് മാസ് നമ്പറും ആറ്റോമിക് നമ്പറും അറിയാമെങ്കിൽ ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറച്ചാൽ മതി. ഒരു ആറ്റത്തിൻ്റെ പ്രതീകം എഴുതുമ്പോൾ ഇടതുവശത്ത് മുകളിലായി മാസ് നമ്പറും ഇടതുവശത്ത് താഴെയായി
ആറ്റോമിക നമ്പറും എഴുതുന്നു. ഉദാഹരണം നോക്കുക. ഒരു ആറ്റത്തിൻ്റെ പ്രതീകം എക്സ് ആണെങ്കിൽ, സിമ്പൽ എക്സ് ആണെങ്കിൽ, ആറ്റോമിക നമ്പർ Z എന്നത് ഇടതുവശത്ത് താഴെയും മാസ് നമ്പർ A എന്നത് ഇടതുവശത്ത് മുകളിലുമായി ആണ് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് വി റൈറ്റ് the mass number on the top left side of the symbol and atomic number on the bottom left side of the symbol. Let's look an example of carbon. Carbon atomic number 6 and mass number 12. കാർബണിൻ്റെ ആറ്റത്തിൻ്റെ ഘടന നോക്കുക. ആറ്റോമിക നമ്പർ 6ഉം മാസ് നമ്പർ 12ഉം. നമുക്ക് ഇടതുവശത്ത് താഴെയായിട്ട് ആറ്റോമിക നമ്പർ 6ഉം ഇടതുവശത്ത് മുകളിലായി മാസ് നമ്പർ 12ഉം. ഇനി കാർബണിൻ്റെ ആറ്റോമിക നമ്പർ അപ്പോൾ എത്രയാ? 6. മാസ് നമ്പറോ? മാസ് നമ്പർ 12. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം, പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ആറ്റോമിക നമ്പറും തുല്യമായതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും 6 തന്നെയാണ്. ന്യൂട്രോണുകളുടെ എണ്ണവോ? ന്യൂട്രോണുകളുടെ എണ്ണം മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ. മാസ് നമ്പർ 12ഉം ആറ്റോമിക നമ്പർ 6ഉം ആയതുകൊണ്ട് 12 മൈനസ് 6, ന്യൂട്രോണുകളുടെ എണ്ണം 6 ആയിരിക്കും, 6 ആയിരിക്കും. ഇത് എല്ലാവർക്കും ഓക്കെ അല്ലേ? താഴെ പറയുന്ന മൂലകങ്ങളുടെ ആറ്റോമിക നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം എന്നിവ കണ്ടുപിടിക്കുക. Now we are going to the next topic, that is shells and maximum number of electrons. ഷെല്ലുകളും അവയിൽ ഒതുങ്ങുന്ന പരമാവധി ഇലക്ട്രോണുകളും. ബോർ മാതൃകയനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളുണ്ടെന്നും ഓരോ ഷെല്ലിനും KLMNO എന്നിങ്ങനെ പേര് നൽകിയിട്ടുണ്ടെന്നും നാം മനസ്സിലാക്കി. ഇനി ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകളാണ് കൊള്ളുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഷെല്ലായ K ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളും L ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകളും M-ൽ 18ഉം N ഷെല്ലിൽ 32 ഇലക്ട്രോണുകളും. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ ഷെല്ലിൻ്റെ നമ്പർ N എന്നെടുക്കുകയാണെങ്കിൽ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. ഇഫ് N ഈസ് ദി നമ്പർ ഓഫ് ഷെൽ, then the maximum number of electrons in each shell can be found by the equation 2n². So the maximum number of electrons in K shell is 2 into 1², which is equal to 2 itself. Then L 2 into 2². It will goes like this. ഈ ടേബിള് നോട്ടിലേക്ക് എഴുതുമല്ലോ. ഇലക്ട്രോൺ പൂരണം നടക്കുമ്പോൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, താഴ്ന്ന ഊർജ്ജനിലയിലുള്ള ഒരു ഷെല്ലിൽ പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജനിലയിലുള്ള ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. അതായത് ആദ്യം K ഷെല്ലിൽ 2 ഇലക്ട്രോൺ നിറഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ? L ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോവുകയുള്ളൂ. പിന്നെ Lൽ 8 എണ്ണം നിറഞ്ഞിട്ടേ M ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോവുകയുള്ളൂ. ദാറ്റ് ഈസ് ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെൽ ഓഫ് ഹയർ എനർജി ഹാപ്പൻസ് ഓൺലി ആഫ്റ്റർ ദ ഷെൽസ് ഓഫ് ലോവർ എനർജി ആർ ഫിൽഡ്. അതായത് ലോവർ എനർജിയുള്ള K ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ലായ ശേഷം മാത്രമേ അടുത്ത നെക്സ്റ്റ് ഹയർ എനർജിയുള്ള L ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ലാവുകയുള്ളൂ. ആൻഡ് സോ ഓൺ ലൈക്ക് ദിസ്. ഇലക്ട്രോൺ പൂരണം നടക്കുമ്പോൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. 8ഓ അതിൽ കുറവ് ഇലക്ട്രോണുകളോ ആയിരിക്കും ബാഹ്യതമ ഷെല്ലിൽ, ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി പ്രസൻറ്റ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് an atom is 8. That means in the outermost shell the number of electrons should be 8 or less than 8. Maximum it should be 8. ഈ 3 കാര്യങ്ങളാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ, ഇലക്ട്രോണ് ഓരോ ഷെല്ലുകളിലും ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, മാക്സിമം നമ്പർ ഓഫ് ഈച്ച് ഷെൽ ഈസ് ഫൗണ്ട് ബൈ ദ ഇക്വേഷൻ 2n². ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² എന്ന സമവാക്യം ഉപയോഗിച്ച് കണ്ടെത്താം. രണ്ടാമത്തത്, ഏറ്റവും കുറവ് ഊർജ്ജമുള്ള
ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത എനർജി ലെവൽ, അടുത്ത ഊർജ്ജനിലയിലുള്ള ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. അതായത് കെ ഷെല്ലിൽ ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം മാത്രമേ എൽ ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ നിറയുകയുള്ളൂ. മൂന്നാമത്തത്, ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം ഈസ് 8. All of you understood these things? Okay, in the next class we can discuss Bohr model of atom by applying these rules and electronic configuration of an atom. So let's wind up today's class. Do you have any doubts? If you have, contact. See you in the next class. Thank you.